ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ട ഗ്രേവിക്ക് വേണ്ടിയുള്ള സവാളയും തക്കാളിയും ക്യാപ്സിക്കും എല്ലാം അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ നെയ്മീനാണ് കേട്ടോ നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിനൊന്ന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ലേശം നെയ്യും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ റൈസ് വെച്ചപ്പോഴും കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യ് എന്തെങ്കിലും കുഴപ്പമില്ല. നമ്മൾ റൈസ് വേകുമ്പോൾ അതിലേക്ക് കൂടി ഇട്ട് കൊടുത്താൽ ഈ റൈസൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുവേ. അപ്പോൾ ഇതാണ്ട് നമ്മൾ ആദ്യം സവാള ഇട്ടിട്ട് ഒന്ന് വഴണ്ടി വന്ന സമയത്ത് തക്കാളിയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വരണം കേട്ടോ. നന്നായിട്ടൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇതെല്ലാം നന്നായിട്ട് വെന്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്കുള്ള മസാല ചേർത്ത് കൊടുക്കണേ. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലയോ മീറ്റ് മസാലയോ എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി ഗരം മസാലയാണ് ചേർത്തത്. അതെല്ലാം കൂടി ചേർത്തിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഒരു കുറുകിയ പാകമാകുമ്പോഴത്തേന് നിർത്തിയെടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. മുന്തിരിങ്ങയാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുന്തിരിങ്ങ മാത്രം കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുത്താൽ മതി കേട്ടോ, ദം ചെയ്ത്. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യം നമ്മൾ ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ആ ഗ്രേവി, അതുപോലെ നമ്മൾ ഫിഷ് അടുക്കി വയ്ക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരിങ്ങ വറുത്തത് നെയ്യോട് കൂടി അത് ഇട്ട് കൊടുത്ത് അങ്ങനെ ലെയർ ചെയ്ത് ഇതാണ്ട് നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചാൽ മതി. ഇനി നമുക്ക് കഴിക്കാറാകുമ്പോഴത്തേനും എടുത്ത് സെർവ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഫിഷ് ബിരിയാണി റെഡിയായി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.